സുരേഷ് ചേട്ടന്റെ വെടിക്കെട്ട് കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ അതിനു മുമ്പ് ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ കൈയടിക്കാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എന്നെ വിനീതമായി എനിക്ക് കൈയടിക്കുന്നതിന് പ്രോത്സാഹനം എന്ന് വിനോദമാകുന്നു. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. ഇന്ന് നിലമ്പൂരിന്റെ മണിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോസ്റ്ററുകളാണ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച മാന്യദേഹം സൂചിപ്പിച്ചു, അവരുടെ മുദ്രാവാക്യം വികസനം തുടരും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിലമ്പൂരിനെ കുറിച്ച് അറിയാൻ മേലാത്ത ഈ നാട്ടിലേക്ക് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി വരുന്നിരിക്കുന്നവർക്ക് ആ മുദ്രാവാക്യത്തിൽ വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന നിലമ്പൂരിന്റെ മണ്ണിൽ നടന്നിട്ടുള്ള വികസനങ്ങളെ കുറിച്ച് ബോധ്യമുള്ള നിലമ്പൂരിന്റെ ജനതയ്ക്ക് അത് കളിയാക്കുന്നതായി തോന്നും എന്ന് എനിക്ക് തോന്നി. അതിനേക്കാൾ തമാശ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പോസ്റ്ററിന്റെ പരസ്യമായിരുന്നു. ഇനി നിലമ്പൂർ തിളങ്ങും. അതെനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പിതാവ് 35 വർഷം നോക്കിയിട്ട് നടക്കാൻ കഴിയാത്ത നിലമ്പൂരിനെ വരാൻ പോകുന്ന 6 മാസത്തോളം കൊണ്ട് ഈ സൗഹൃദം എങ്ങനെ തിളക്കും എന്നെനിക്ക് മനസ്സിലാകുന്നു. 35 കൊല്ലം നിലമ്പൂരിന്റെ ജനത അദ്ദേഹത്തിന് അനുഭവം കൊടുത്തതാണ്. എന്തിന്? 2021 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ പ്രകാശൻ ഇവിടെ നല്ലൊരു ആശുപത്രി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു നല്ല ചികിത്സ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം പ്രകാശൻ ഈ മണ്ണിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ BJP NDA ഉയർത്തുന്ന മുദ്രാവാക്യം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിജിയുടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ഷൻ കൺവെൻഷൻ മാത്രമല്ല, ജനിച്ച മണ്ണിൽ ജീവിക്കുവാനായി മലയോര കർഷകരുടെ പോരാട്ടത്തിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ നിലമ്പൂരിന്റെ മണ്ണിൽ 8 പേര് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. എന്ത് ചെയ്തു പിണറായി? നിങ്ങൾ 5 ലക്ഷം രൂപ കൊണ്ട് നഷ്ടപരിഹാരമായി കൊടുക്കും, ജീവന വിലയാണ്. നിങ്ങൾക്കറിയോ, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള 4 ലക്ഷം രൂപ, സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ. കേന്ദ്ര സർക്കാർ പണം പ്രഖ്യാപിച്ച പിന്നെ സംസ്ഥാന സർക്കാർ അതൊന്ന് വെട്ടി. ഇപ്പൊ ആകെ കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അവർക്കറിയാം, ആദ്യം ഒരു ബഹളം ഉണ്ടാകും, പ്രക്ഷോഭങ്ങൾ നടക്കും, രാഷ്ട്രീയ നേതാക്കൾ വരും, ഒരു പ്രകടനമൊക്കെ നടക്കും. 3ാമത്തെ ദിവസം ആ പ്രക്ഷോഭം അവിടെ അവസാനിക്കുമെന്ന് അവർക്കറിയാം. ഇവിടെ നമുക്കറിയാം, വലിയ രീതിയിലുള്ള റബ്ബർ കാർഷിക മേഖലയാണ് നിലമ്പൂർ. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറുന്ന സഖാക്കളോട് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം, 2016 2021 റബ്ബറിന് 250 രൂപ തരാമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മൾ വോട്ട് പിടിച്ചുകൊണ്ട് പോയത്. 9ാമത്തെ വർഷം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന്റെ 9ാം വർഷം ആഘോഷിക്കുകയാണ്. ആഘോഷിക്കുമ്പോ എന്തേ ഞങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല? അടിമകളാണ് നമ്മൾ. ഇവിടെ ഗോകുൽ സൂചിപ്പിച്ചു, എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ നാട്ടിൽ ചെറുപ്പക്കാരെ കാണാനില്ല. എവിടെ പോയി? ഈ നാട് വിട്ട് പലായനം ചെയ്യുന്നു. ഈ നാടിനെ പട്ടിണി മാറ്റാൻ വേണ്ടി ഈ നാട്ടിലേക്ക് കുടിയേറ്റപ്പെട്ട ഒരു ജനതയുടെയുണ്ട്. ആ ജനതയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നൽകുന്ന ഒരു വലിയ മുദ്രാവാക്യമുണ്ട്, സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരുടെയും വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന NDA. ഇവിടെ നമുക്കെതിരെ പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്താണ്? വർഗീയ പാർട്ടിയാണ്, നമ്മൾ മുസ്ലിം വിരോധികളാണ്, നമ്മൾ ന്യൂനപക്ഷ വിരോധികളാണ്. നമുക്കെതിരെ വരുന്ന ഏറ്റവും വലിയ ആക്ഷേപമാണ്. നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചീത്തവിളി കേട്ടിട്ടുള്ള ഓരോ നിയമങ്ങളും എടുത്ത് പരിശോധിക്കൂ. അത് നിർമ്മിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ്.
ഇവിടെ ദേശീയ പൗരത്വ നിയമം വന്നു അല്ലേ? ഞാനുൾപ്പെടെ, ഞാനൊന്നും ബി ജെ പിയുടെ ഭാഗമല്ല, ഞാനുൾപ്പെടെ കടന്നിട്ടുണ്ട്. എന്താ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും ഇവിടുത്തെ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് നിന്നും മാറ്റിപ്പായിക്കുവാൻ ഗുജറാത്തിൽ നിന്നും വന്ന ഒരു കിരാതനായ വർഗീയവാദി നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ഉണ്ടാക്കിയ നിയമമാണെന്ന് പറഞ്ഞു നടന്ന കോൺഗ്രസ്സുകാരാ. ഈ രാജ്യത്ത് നിന്ന് ആ നിയമത്തിന്റെ പേരിൽ പുറത്തുപോയ ആ നിയമത്തിന്റെ പേരിൽ ഈ രാജ്യം വിടേണ്ടില്ലെന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിച്ചതാണോ? ഈ രാജ്യത്തെ പൗരത്വ നിയമത്തിന്റെ പേരിൽ ആദ്യമായി പൗരത്വം ലഭിച്ചത് ഒരു മുസ്ലിം സഹോദരനാണ്. പിന്നെ ചെയ്തു കേട്ടു എന്താ മുത്തലാഖ് നിരോധനം. വലിയ രീതിയിലുള്ള ഭക്ഷണം തന്നു മുത്തലാഖ് നിരോധനത്തിന്റെ പേരിൽ. ഇതുപോലൊരു കാട നിയമം സ്ത്രീകളെ പ്രസവിക്കുവാനുള്ള ഉപകരണങ്ങൾ മാത്രമായി ചിത്രീകരിക്കുന്ന ഒരു നിയമത്തെ അവർക്ക് അവകാശങ്ങൾ കൊടുക്കുവാൻ, അവരെ മനുഷ്യരായി കാണുവാൻ, അവർക്ക് തുല്യത കൊടുക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സൃഷ്ടിച്ച മുത്തലാഖ് നിരോധന നിയമം. ആ നിരോധന നിയമത്തെ ഇവർ ലോകം മുഴുവൻ സമരം ചെയ്ത് പ്രക്ഷോഭം സംഘടിപ്പിച്ചു. നിങ്ങൾ ആർക്കെതിരെയാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്? നിങ്ങളുടെ അമ്മയ്ക്കെതിരെ, നിങ്ങളുടെ ഭാര്യക്കെതിരെ, നിങ്ങളുടെ മകൾക്കെതിരെ, നിങ്ങളുടെ പെണ്ണുങ്ങൾക്കെതിരെയാണ് നിങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഇവിടുത്തെ വഖഫ് നിയമം വലിയ പ്രക്ഷോഭമായിരുന്നു. ഇപ്പോഴും സംസ്ഥാന സർക്കാർ അവിടെ മുനമ്പത്തെ 610ഓളം വരുന്ന ജനതയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. വഖഫ് ട്രിബ്യൂണലിന്റെ ഓർഡർ സ്റ്റേ ചെയ്യാൻ വേണ്ടി അപ്പീൽ കൊടുത്തിരിക്കുന്നു. വഖഫ് ഭേദഗതി നിയമം എന്തിനു വേണ്ടി ഈ പ്രകടനം ചോദിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതാക്കളും നിങ്ങൾ ചോദിക്കണം. ഇവിടുത്തെ മെത്രാൻ സമിതി, ഭാരതീയ മെത്രാൻ സമിതി, ആ 610 കുടുംബങ്ങൾ ഈ രാജ്യത്തുള്ള മുഴുവൻ കോൺഗ്രസിന്റെയും CPM ഉൾപ്പെടെ ജനപ്രതിനിധികളോട് കാലവീട് കേടില്ലേ? നിങ്ങൾ എതിർക്കരുത് വഖഫ് ഭേദഗതി നിയമത്തെ. ഇവിടുത്തെ മുഴുവൻ മെത്രാന്മാർ നിങ്ങളോട് നേരിട്ട് ആവശ്യപ്പെട്ടില്ലേ? പ്രസ്താവന ആവശ്യപ്പെട്ടില്ലേ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കരുത്? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എതിർത്തില്ലെന്നും എതിർക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അതിനെ ശക്തമായ നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്തു. അവിടെ നിങ്ങൾ അന്ന് രാത്രി 2 മണി വരെ TV-യിൽ പാർലമെന്റ് കണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. ആ 2 മണിക്ക് ഉറങ്ങാതെ ഇരുന്നുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധി ഈ സുരേഷ് ഗോപി ഈ നാടിന് കാവലായിരുന്നു. കേരളത്തിന്റെ 2 ശ്രീ ജോർജ് കുര്യനും ശ്രീ സുരേഷ് ഗോപിയും പാസാക്കാൻ നമ്മുടെ മുമ്പിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വന്നിരിക്കുന്നത്. എനിക്കത് പറയാതെ പോകാൻ കഴിയും. അവിടെ നമ്മൾ വർഗീയവാദികൾ, നമ്മൾ ചെയ്താണ് തെറ്റ്. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്തതാരാ? ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്തത് മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം കൊടുത്തത് അതിന്റെ പത്രസമ്മേളനം വിളിച്ച് പാകിസ്ഥാനെതിരെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി വിശദീകരിച്ചുകൊണ്ട് സോഫിയ കമ്മീഷൻ രംഗത്ത് വന്നപ്പോൾ ഇവന്മാർക്ക് സഹിച്ചില്ല. ഇവന്മാർക്ക് അവിടെയും പറഞ്ഞതാ. ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് അറിയുന്നത് ഇന്ത്യയുടെ എത്ര ഫ്ലൈറ്റ് പോയതാ. നാണമുണ്ടോ ഈ മനുഷ്യന്? നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത്? അടിമത്തം അവസാനിപ്പിക്കണം. കോൺഗ്രസ് നോട്ട് ചെയ്യുക, CPM നോട്ട് ചെയ്യുക. എവിടെയായിരുന്നു സ്വരാജിനെ കൊണ്ട് കൊള്ളകാലത്തോളം അൻവറിനെ മത്സരിപ്പിച്ചു. അൻവർ ഇട്ടിട്ട് പോയപ്പോ വീണ്ടും പറയുന്നത് ഞങ്ങൾ വികസനം തുടരുകയാണ്. എന്താണ് ഈ നാടിന്റെ അവസ്ഥ? എന്താണ് നാടിന്റെ അവസ്ഥ? എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മളെ സ്വയം ചിന്തിക്കുന്നത്. അപ്പോ ഞാൻ ഇങ്ങനെ ഏൽപ്പിച്ച പ്രശ്നമാണെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എനിക്കിന്ന് വലിയൊരു തമാശയായിട്ട് തോന്നിയത്, ഈ ഞങ്ങളുടെ നാട്ടിലെ ജോസ്നെ പണിയും ഈ ആര്യാട് സ്വപ്നത്തിൽ നമ്മൾ വലിയ ബന്ധമുണ്ട്. അയാൾ എന്ത് കാണിച്ചാലും പാലായും ജയിക്കില്ല, ഇയാൾ എന്ത് കാണിച്ചാലും നിലവിൽ ജയിക്കില്ല. രണ്ടും പ്രകടമായ അപ്പന്മാർ മക്കളാണ്. രണ്ടും പ്രകടമായ അപ്പന്മാർ മക്കളാണ്. പക്ഷെ ഗുണം കിട്ടിയിട്ടില്ല. അതാണ് ഒരു കാര്യം മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസോട് ആവശ്യപ്പെടും.
നിങ്ങൾ പാലസ്തീനോട് കാണിക്കുന്ന സ്നേഹം, നിങ്ങൾ ഗാസയോട് കാണിക്കുന്ന സ്നേഹം ഒന്നും കുഴപ്പമില്ല. യുദ്ധം നടക്കുന്നിടത്ത് കുട്ടികളും സ്ത്രീകളും ഒക്കെ മരിച്ചു വീഴുമ്പോൾ അത് കണ്ട് രസിക്കാൻ ഞങ്ങൾ ക്രൂരന്മാരൊന്നുമല്ല, ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അത് ഇസ്രായേൽ ആണെങ്കിലും പാലസ്തീൻ ആണെങ്കിലും. പക്ഷേ നിങ്ങൾ അവിടെ കാണിക്കുന്നതിന്റെ 10 സ്നേഹം നിങ്ങൾ മലയാളികളോട് കാണിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മതേതരത്വം വൺ സൈഡഡ് ആയി പോകരുത്. കാരണം എനിക്കറിയാം, നിങ്ങൾക്ക് അധികാരത്തിലെത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ 30% നടന്നു നീങ്ങുന്ന ഒരു മത ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയേ പറ്റൂ. പക്ഷെ അതിലും തീവ്രവാദികളല്ലാത്ത കുറച്ചു പേരുണ്ട്. തീവ്രവാദത്തിന്റെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന കുറച്ചു പേരെ കൂടെ ഉണ്ട്. നിങ്ങളുടെ ഈ അമിതമായ പ്രീണനം അത് SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലും പീഡിപ്പിച്ചുകൊണ്ട്, രാജ്യവിരുദ്ധ ശക്തികളെ പീഡിപ്പിച്ചുകൊണ്ട് എങ്ങനെയും അധികാരത്തിലെത്തണമെന്നുള്ള നിങ്ങളുടെ അധികാരക്കൊതി അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇത് നിങ്ങൾ ചെയ്യുന്ന ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി മാറും. ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ചരിത്രമായി മാറും. ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭാവിയായി മാറുന്നത്. നന്ദി, നമസ്കാരം.